നാളെ ജൂലൈ 28 അൽഫോൺസാമ്മയുടെ തിരുനാൾ. എൻ്റെ വീട് പാലായ്ക്കടുത്തായതുകൊണ്ട് തന്നെ ആവാം, ചെറുപ്പം മുതലേ ഞാൻ ഏറെ പോകാൻ ഇഷ്ടപ്പെട്ടിരുന്ന സ്ഥലമാട്ടോ അൽഫോൺസാമ്മയുടെ പള്ളി. അതിൻ്റെ പ്രധാന കാരണം എൻ്റെ അമ്മ പറഞ്ഞു തന്ന കഥകളിലെ പ്രധാന കഥാപാത്രമായിരുന്നു അൽഫോൺസാമ്മ. അന്നു മുതലേ സഹനത്തിൻ്റെ പുത്രിയെ ഞാൻ നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ 2008 അൽഫോൺസാമ്മ ഭാരതത്തിലെ ആദ്യ വിശുദ്ധയായി മാറിയപ്പോൾ ഞങ്ങളുടെ പള്ളിയിലും അൽഫോൺസാമ്മയാകുന്ന ഒരു കുട്ടീനെ വേണമായിരുന്നു. അങ്ങനെ ആ ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഞാനായിരുന്നു ഞങ്ങളുടെ പള്ളിയിൽ അൽഫോൺസാമ്മയായത്. പിന്നീട് ഞാൻ കുറച്ച് വലുതായി PG കാലഘട്ടത്തിലെത്തിയപ്പോൾ ഞാൻ പഠിച്ചത് പാല അൽഫോൺസ കോളേജിലായിരുന്നു കേട്ടോ. സഹനത്തിൻ്റെ പുത്രിയായതുകൊണ്ട് തന്നെ കുറച്ച് സഹനങ്ങളിലൂടെ നമുക്ക് ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് അൽഫോൺസാമ്മ തരും. കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസിലൂടെയാണ് ഞാൻ അൽഫോൺസ കോളേജ് പാലായിലേക്ക് എത്തുന്നത് കേട്ടോ. അൽഫോൺസാമ്മയുടെ ആഗ്രഹം ഞാൻ അൽഫോൺസ കോളേജിൽ പഠിക്കണമെന്നായിരുന്നെന്ന് തോന്നുന്നു.